പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശരിക്കും പറയുകയാണെങ്കിലേ നമ്മളൊക്കെ ഒരു ഓണം മൂടി തന്നെയാണ്. കേരളം ഒന്നാകെ ഓണം മൂടി തന്നെയാണ്. ഓണക്കോടി ഉടുത്തും ഓണസദ്യ ഉണ്ടും തിരുവോണമൊക്കെ ഗംഭീരമാക്കാൻ നമ്മളൊക്കെ ഒരുങ്ങി കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഓണം കളറാക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളിൽ മലയാളി ഓടുമ്പോഴും സദ്യവട്ടത്തിനുള്ള സാധനങ്ങൾ ഒരുക്കാനൊക്കെ ഇച്ചിരി വില കൂടും കേട്ടോ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ ഞായറാഴ്ചയായി ഇന്ന് മാർക്കറ്റുകളിലൊക്കെ വമ്പൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ മലയാളിക്ക് താങ്ങാനാവുന്നതാണോ ഇത്തവണത്തെ ഓണവിപണി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്വപ്നങ്ങളിലെ ഓണപ്പൊലിമയെ തകർക്കുന്നതാണോ വിപണിയിലെ വിലക്കയറ്റം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യം. ഇപ്പം നമുക്ക് വിപണിയിലെ ഓരോ വസ്തുക്കളുടെയും വില എങ്ങനെയാണ്, ആളുകളൊക്കെ ഉണ്ടോ, ഇറങ്ങി തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം തിരുവോണത്തിനന്ന് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്രാടപ്പാച്ചിലുണ്ടാകും. പക്ഷെ അതിന് മുൻപ് ഈ അച്ചാർ ഐറ്റമും കാര്യങ്ങളൊക്കെ വീടുകളിലൊക്കെ ഈ സമയത്തെ സെറ്റാക്കി തുടങ്ങും നമ്മുടെ അമ്മമാരൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട്, എല്ലാ ജില്ലകളിലും ഞാൻ പോകുന്നില്ല, പക്ഷേ മെയിനായിട്ട് കുറച്ച് ജില്ലകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഒന്ന് പോവാം, ഏതുവരെ എത്തി അവിടുത്തെ ഓണക്കാഴ്ചകൾ, ഓണവിപണി എന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനം ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് അറിയണ്ടേ, താങ്ങാൻ പറ്റുന്ന രീതിയിലാണോ വില എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ഇടാൻ ഒരു പ്രത്യേക സൈസ് പച്ചമുളക് ഞങ്ങൾക്കുണ്ട്. അത് പക്ഷേ ഇവിടെയൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. അപ്പം അങ്ങനെ ലൈവ് കൊലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഭക്ഷണം എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ട് വെച്ചാൽ നല്ലതായിരുന്നു. ഇടയ്ക്ക് വിശക്കുമ്പം ഒരു പഴമൊക്കെ ആയി അങ്ങനെ അങ്ങ് പോയായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഈ പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ, പഴവർഗ്ഗങ്ങൾക്ക് അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഈ നാരങ്ങയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഓണ സമയത്തൊക്കെയാണ് നമുക്ക് മറ്റേ നാരങ്ങ നന്നായിട്ട് കിട്ടുക. എൻ്റെ വീട്ടിൽ പണ്ടൊരു നാരക മരം ഉണ്ടായിരുന്നു, പക്ഷേ ആ മരം പട്ടുപോയി. അതിനുശേഷം പിന്നീട് ആ മരം വീണ്ടും വയ്ക്കാൻ അമ്മ തയ്യാറില്ല. അതിനെന്തോ ഒരു സയൻറ്റിഫിക് എന്തോ കാര്യം തോന്നുന്നു, അതങ്ങനെ പോകുന്നത് എന്തോ ദോഷമാണെന്നോ എന്തൊക്കെയോ അമ്മയൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് വീണ്ടും കാണുമ്പോൾ ഞാൻ ആ ഒരു നൊസ്റ്റാൾജിയിലേക്കൊക്കെ അങ്ങ് പോകും. അതായത് നമ്മുടെ മറ്റേ കറുനാരങ്ങ, ആ നാരങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. മറ്റേ നാരങ്ങയല്ലേ ഇപ്പോൾ സാധാരണ വീട്ടിലുണ്ടാക്കുക. ഇത് ഓണ സമയത്തൊക്കെ അല്ലേ നമ്മുടെ വീട്ടിൽ ആ അച്ചാറിടുള്ളൂ. നിങ്ങളുടെ വീട്ടിലും അങ്ങനെയാണോ ഗൈസ്? കമൻറ്റ് ചെയ്യൂ, ഞാൻ വായിച്ചേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓണച്ചന്തയിൽ വിപുലമായ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രൂട്ട്സിനും അത്യാവശ്യം വില കണ്ടോ, കൊലക്കണക്കിന് ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പൂർത്തിച്ച, ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ പൂർത്തിച്ചക്ക എന്നാണ് പറയണത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു കൈതച്ചക്കയെന്നോ അങ്ങനെ എന്താ കണ്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ഇതിനെ കോമണായിട്ട് പൈനാപ്പിൾ എന്ന് വിളിക്കാം. അതാകുമ്പോൾ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. എത്ര വിലക്കയറ്റം ഉണ്ടായാലും നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുമല്ലോ. പിന്നെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഭീകര വിലയൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും കാണിച്ചതല്ല. ഇപ്പോൾ ചിലർ വിചാരിക്കും അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ സാധനം വാങ്ങിക്കും, എങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കും എന്നൊക്കെ വിചാരിക്കും. കാര്യമായിട്ടൊരു ഭീകര വിലക്കയറ്റമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വഴുതന, അതേപോലെ നമ്മുടെ അച്ചിങ്ങപ്പയർ, ബീൻസ്, ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും നോർമൽ വില തന്നെയാണ് ഉള്ളത്. വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഓണം ആഘോഷിക്കാൻ പാകത്തിന് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് വാങ്ങി നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ സാധനം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിൽ നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കില്ല, എനിക്ക് ഭീകര ഇഷ്ടമാണ് പൈനാപ്പിൾ പുളിശ്ശേരി. അതേപോലെ മറ്റേ മധുരക്കറി, അതൊക്കെ സെറ്റല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓണ മാർക്കറ്റ്. ഞാനെന്നാൽ ഓണ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് പറയാനായിട്ട്. പഴത്തിനൊക്കെ അത്യാവശ്യം വില കൂടിയിട്ടുണ്ട് കേട്ടോ, അത് പറയണം, അത് പറഞ്ഞു തന്നെ പോകണം. 1 കിലോ പഴത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു 5-6 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ടെന്ന കാര്യം അത് സത്യമാണ്. വേറെ പച്ചക്കറിക്ക് കാര്യമായ ഒരു വിലക്കയറ്റം നമുക്ക് പറയാനുമില്ല.